നമസ്കാരം. മീഡിയ സെന്റർ കൊല്ലം മധ്യാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പിണറായിക്ക് മോദിയെ ഭയമാണെന്ന് തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി. കേരളത്തിൽ ബിജെപിയുടെ പ്രസിഡന്റ് കെ സുരേന്ദ്രനാണെങ്കിലും വർക്കിംഗ് പ്രസിഡന്റ് പിണറായി വിജയനാണെന്നും രേവന്ത് റെഡ്ഡി. ആലപ്പുഴ, കൊല്ലം മണ്ഡലങ്ങളിലെ UDF സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ഓച്ചിറയിൽ റോഡ് ഷോ. മോഷണക്കേസിൽ ആളുമാറി അറസ്റ്റ്. റിമാൻഡ് കഴിഞ്ഞ് പുറത്തിറങ്ങിയ യുവാവ് തൂങ്ങി മരിച്ചു. അഞ്ചൽ അഗസ്തിക്കോട് സ്വദേശി രതീഷാണ് മരിച്ചത്. കൊല്ലം തോടിന്റെ പാർശ്വഭിത്തി നിർമ്മാണത്തിനിടെ 2 കടമുറികൾ തകർന്നു വീണു. കല്ലുപാലത്തിന് സമീപമാണ് സംഭവം. അശാസ്ത്രീയ നിർമ്മാണമാണ് അപകടത്തിന് കാരണമെന്ന് നാട്ടുകാർ. വിശദമായ വാർത്തകളിലേക്ക്. പിണറായിക്ക് മോദിയെ ഭയമാണെന്ന് തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി. UDFന്റെ നേതൃത്വത്തിൽ ഓച്ചിറയിൽ സംഘടിപ്പിച്ച മഹിളാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ ബിജെപിയുടെ പ്രസിഡന്റ് കെ സുരേന്ദ്രനാണെങ്കിലും വർക്കിംഗ് പ്രസിഡന്റ് പിണറായി വിജയനാണെന്ന് രേവന്ത് റെഡ്ഡി പറഞ്ഞു. ആലപ്പുഴ, കൊല്ലം മണ്ഡലങ്ങളിലെ UDF സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം റോഡ് ഷോയും നടത്തി. പിണറായിക്ക് മോദിയെ ഭയമാണെന്ന് തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി. UDFന്റെ നേതൃത്വത്തിൽ ഓച്ചിറയിൽ സംഘടിപ്പിച്ച മഹിളാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പരിവാർ is leading Narendra Modi and EVM missions, ED, income tax, CBI, Adani, Ambani both belongs to Narendra Modi പരിവാർ. ഈ രാജ്യത്തെ ഒരു പരിവാർ എന്ന് പറയുന്നത് നരേന്ദ്രമോദിയും കേന്ദ്ര അന്വേഷണ ഏജൻസികളായ CBIയും EDയും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റും അതുപോലെ കോർപ്പറേറ്റുകളായ അദാനിയും അംബാനിയും ഒക്കെ ചേരുന്നതാണ്. ആലപ്പുഴ, കൊല്ലം മണ്ഡലങ്ങളിലെ UDF സ്ഥാനാർത്ഥികളായ KC വേണുഗോപാൽ, NK പ്രേമചന്ദ്രൻ എന്നിവരുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തോടനുബന്ധിച്ച് റോഡ് ഷോയും നടത്തി. മഹിളാ കോൺഗ്രസ് ഓച്ചിറ ബ്ലോക്ക് പ്രസിഡന്റ് മീര സജി അധ്യക്ഷത വഹിച്ചു. സ്വയം ധീരനെന്ന് നടിക്കുന്ന പിണറായിക്ക് മോദിയുടെ പേര് പോലും പറയാൻ പേടിയാണ്. സ്വർണ്ണക്കള്ളക്കടത്ത്, കുടുംബം നടത്തിയ അഴിമതി തുടങ്ങിയവ കാട്ടി മോദി പിണറായിയെ പേടിപ്പിച്ചു നിർത്തിയിരിക്കുകയാണ്. കേരളത്തിലെ ബിജെപിയുടെ പ്രസിഡന്റ് കെ സുരേന്ദ്രനാണെങ്കിലും വർക്കിംഗ് പ്രസിഡന്റ് പിണറായിയാണ്. അതുകൊണ്ടാണ് UDFന്റെ വോട്ടുകൾ ഭിന്നിപ്പിച്ച് ബിജെപിക്ക് അക്കൗണ്ട് തുറക്കാൻ പിണറായി അവസരമൊരുക്കാൻ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ മഹിളാ ന്യായ് പദ്ധതി പൂർണ്ണമായും നടപ്പാക്കും. തെലങ്കാനയിൽ നടപ്പാക്കിയതായി പ്രഭാഷണം നടത്തിയ തെലങ്കാന മന്ത്രി സീതാക്ക പറഞ്ഞു. I am here because of Congress party, because of Rahul Gandhi. I am a normal, poor, Adivasi tribal people, tribal family background I had. But now I became a minister for Panchayat Raj and Women and Child and Rural Water Supply. Because of Rahul Gandhi and I get support from our leader KC Venugopal sir. KC വേണുഗോപാൽ, MLA-മാരായ PC വിശ്വനാഥ്, CR മഹേഷ്, KC രാജൻ, AN രാജൻ ബാബു, K ഗോപിനാഥൻ, തൊടിയൂർ രാമചന്ദ്രൻ, മായ സജി, BS വിനോദ്, അൻസാറെ മലബാർ, N കൃഷ്ണകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. നാട്ടിൽ അരാജകത്വം വളർത്താൻ ശ്രമിക്കുന്ന ഈ കെട്ടകാലത്തിന് മോചനമുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ധീരമായ പോരാട്ടത്തിൽ ഇന്ത്യ മുന്നണിയും കോൺഗ്രസും മുന്നിട്ടിറങ്ങുമ്പോൾ ആ പോരാട്ടത്തിൽ നമുക്ക് എന്ത് നഷ്ടപ്പെടുന്നു എന്നുള്ള പ്രശ്നമല്ല, നമുക്ക് രാജ്യം വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഉജ്ജ്വലമായ പോരാട്ടമാണ് പ്രശ്നം എന്നുള്ളത് കൊണ്ട് ആ പോരാട്ട ഭൂമിയിൽ നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കുമ്പോൾ നിങ്ങളുടെ എല്ലാം ശക്തിയും പ്രാർത്ഥനയും പിന്തുണയും ഉണ്ടാകണം. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. ആലപ്പുഴ ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി KC വേണുഗോപാലിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം കുടുംബസംഗമം നടത്തി. തഴവ മണ്ഡലം 71-ാം ബൂത്തിന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ആലപ്പുഴ പാർലമെന്റ് മണ്ഡലം UDF സ്ഥാനാർത്ഥി KC വേണുഗോപാലിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥമാണ് കുടുംബസംഗമം സംഘടിപ്പിച്ചത്. തഴവ മണ്ഡലം 71-ാം ബൂത്തിന്റെ നേതൃത്വത്തിലായിരുന്നു കുടുംബസംഗമം. KPCC സെക്രട്ടറി P ജെർമിയാസ് ഉദ്ഘാടനം നിർവഹിച്ചു. പാലിച്ചുകൊണ്ടാണ് ഈ കുടുംബസംഗമം സംഘടിപ്പിച്ചിരിക്കുന്നത്. ധാരാളം അമ്മമാരും സഹോദരിമാരും കുട്ടികളും ജ്യേഷ്ഠ സഹോദരന്മാരും കൊച്ചനുജന്മാരും എല്ലാവരും അടങ്ങുന്ന ഒരു കുടുംബസംഗമം. ഇത്രയധികം സഹോദരിമാരെ ഒരു മുറ്റത്ത് കൂട്ടി ഒരു കുടുംബ സംഗമം സംഘടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ
ആലപ്പുഴയിലെ ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അഭിമാനമായ ശ്രീ KC വേണുഗോപാൽ MP. ബൂത്ത് പ്രസിഡന്റ് നിഹാദ് അധ്യക്ഷത വഹിച്ചു. വനിതാ ലീഗ് സംസ്ഥാന കമ്മിറ്റി അംഗം മീര റാണി മുഖ്യപ്രഭാഷണം നടത്തി. മണ്ഡലം പ്രസിഡന്റ് തഴവ ബിജു, ചക്കാലത്തറ മണിലാൽ, ആനിപ്പൊൻ, ഖലീലുദ്ദീൻ പുയപ്പള്ളി, തോപ്പിൽ ഷിഹാബ്, അഡ്വക്കേറ്റ് പരടയിൽ സത്യൻ, ഇസ്മയിൽ തടത്തിൽ, നിഹാദ് കാസർഗോഡ്, മുഹമ്മദ് ഷാ, സജിത ബാബു, ബീഗം ജസീന, മൈതാനത്ത് സുരേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് വിവിധ കലാപരിപാടികളും നടത്തി. ന്യൂസ് ബ്യൂറോ, തഴവ. മാവേലിക്കര ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി കൊടിക്കുന്നിൽ സുരേഷിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം പൊതുസമ്മേളനം സംഘടിപ്പിച്ചു. ആദിക്കാട്ടുകുളങ്ങരയിലാണ് പൊതുസമ്മേളനം നടത്തിയത്. മാവേലിക്കര മണ്ഡലം UDF സ്ഥാനാർത്ഥി കൊടിക്കുന്നിൽ സുരേഷിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥമാണ് ആദിക്കാട്ടുകുളങ്ങരയിൽ പൊതുസമ്മേളനം സംഘടിപ്പിച്ചത്. IUML സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ ഉദ്ഘാടനം നിർവഹിച്ചു. 40കളിൽ പറഞ്ഞ അതേ കാര്യം അവർ ആവർത്തിക്കുകയാണ്. അവരെ സംബന്ധിച്ച് അവരുടെ ശരി അതാണ്. ഞങ്ങൾ ഇന്ന് പറഞ്ഞതല്ല, അന്നും പറഞ്ഞതാണ്. ഗാന്ധി കൊല്ലപ്പെട്ടതും അതുകൊണ്ടാണ്. അതിനുശേഷവും ഞങ്ങൾ പറഞ്ഞതാണ്. ഇതാ ഇന്ന് ഞങ്ങൾ നടപ്പാക്കാൻ പോകുന്നു. ആ നടപ്പാക്കുന്നതിന് അവർക്ക് വേണ്ടത് 400 സീറ്റിന്റെ ഭൂരിപക്ഷം കിട്ടുമെന്ന്. 3/2 ഭൂരിപക്ഷം അവർക്ക് ലോക്സഭയിൽ കിട്ടും, 3/2 ഭൂരിപക്ഷം രാജ്യസഭയിൽ കിട്ടും, 3/2 സംസ്ഥാനങ്ങൾക്കും ഞങ്ങൾ മാറ്റും. ഞങ്ങൾ ജയിക്കും. ഭരണഘടനയുടെ അടിസ്ഥാന തത്വം ഞങ്ങൾ മാറ്റി എഴുതും. ഭരണഘടനയിൽ പൗരത്വം എങ്ങനെ വേണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും. മൗലിക അവകാശങ്ങൾ ആർക്കൊക്കെയെന്ന് ഞങ്ങൾ തീരുമാനിക്കും. അതിനുള്ള ആ ഭൂരിപക്ഷം ഞങ്ങൾക്ക് ഉണ്ടാകുമെന്ന് ആ പ്രഖ്യാപനം നടത്താൻ അവർ തീരുമാനിക്കുമ്പോൾ ഒരു മനുഷ്യൻ കന്യാകുമാരിയിൽ നിന്ന് നടക്കാൻ തുടങ്ങി. വേർതിരിവിന്റെ രാഷ്ട്രീയം സംഘപരിവാർ പറയുമ്പോൾ കന്യാകുമാരി മുതൽ കാശ്മീർ വരെ നടന്നു. ഇലക്ഷൻ കമ്മിറ്റി ചെയർമാൻ BTH റഹീം അധ്യക്ഷത വഹിച്ചു. ഒരു ഗ്രാമത്തെ സംബന്ധിച്ചിടത്തോളം, ഒരു ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞതും എനിക്ക് മുമ്പ് ഈ പ്രദേശത്തെ പ്രാദേശിക രാഷ്ട്രീയ സംവിധാനത്തിന് നേതൃത്വം കൊടുക്കുന്ന നേതാക്കന്മാരും പറഞ്ഞതുൾപ്പെടെ ഉള്ള പ്രവർത്തനങ്ങൾ ഒരു പഞ്ചായത്തിൽ ശ്രീ കൊടിക്കുന്നിൽ സുരേഷിന് നടത്തുവാൻ കഴിഞ്ഞെങ്കിൽ അത് നിങ്ങളുടെ തിമിരമില്ലാത്ത കണ്ണുകൊണ്ട് നോക്കി, ശുദ്ധമായ മനസ്സുകൊണ്ട് നോക്കി മനസ്സിലാക്കി ഈ നാടിന്റെ പുരോഗതിയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. നാടിന്റെ വികസന പ്രവർത്തനത്തിന് നെടുന്തൂണായി നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ശ്രീ കൊടിക്കുന്നിൽ സുരേഷിനെ ഈ പ്രദേശത്തെ മുഴുവൻ ബൂത്തുകളിലും ഭൂരിപക്ഷ വോട്ടുകൾ നൽകി വിജയിപ്പിക്കുവാൻ തക്കവണ്ണമുള്ള സംവിധാനത്തിലേക്ക്, പ്രചരണത്തിലേക്ക് കടന്നു പോകുവാൻ നിങ്ങൾ ഉൾപ്പെടെ തയ്യാറാകണം. കേരള ലോയേഴ്സ് ഫോറം സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് A. റസാഫ്, വേണു കാവേരി, രാജൻ പൈനുമൂട്ടിൽ, അൻസാരി, ഗോപൻ, G. ഹരിപ്രകാശ്, ഷമീർ വള്ളികുന്നം, സജീവ് പൈനുമൂട്ടിൽ, ദിലീപ് ഖാൻ, റഫീഖ്, ഹുസൈൻ, അയൂബ് ഖാൻ, ദാവൂദ് കളത്തിൽ, അനീഷ് ഉസ്മാൻ, മുന്താസ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചാരുമൂട്. ആലപ്പുഴ പാർലമെന്റ് മണ്ഡലം LDF സ്ഥാനാർത്ഥി AM ആരിഫിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം തൊടിയൂരിൽ കുടുംബയോഗം നടത്തി. 173 ബൂത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കുടുംബയോഗം നടത്തിയത്. മുൻമന്ത്രി C. ദിവാകരൻ ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ മണ്ഡലം LDF സ്ഥാനാർത്ഥി AM ആരിഫിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥമാണ് കുടുംബയോഗം നടത്തിയത്. 173 ബൂത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊടിയൂരിലാണ് കുടുംബയോഗം നടന്നത്. മുൻമന്ത്രി C. ദിവാകരൻ ഉദ്ഘാടനം ചെയ്തു. അപ്പുക്കുട്ടൻ അധ്യക്ഷത വഹിച്ചു. പ്രമോദ് ശിവദാസ് സ്വാഗതം പറഞ്ഞു. മുഴങ്ങോടി മേഖലാ സെക്രട്ടറി സോമരാജൻ, അജിത്ത്, അനിലസ് കല്ലേലി ഭാഗം, A. ബഷീർ, B. പത്മകുമാരി, സുജാത, സീന നവാസ്, ഷിഹാബസ് പൈനുമൂട്, അജയൻ പിള്ള തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. സാംസ്കാരിക മുന്നണിയുടെ നേതൃത്വത്തിലുള്ള സാംസ്കാരിക ജാഥ കരുനാഗപ്പള്ളി ടൗൺ ക്ലബിൽ സമാപിച്ചു. സമാപന സമ്മേളനം സാംസ്കാരിക പ്രവർത്തക R. പാർവതി ദേവി ഉദ്ഘാടനം ചെയ്തു. പോണാൽ നന്ദകുമാറിന്റെ അധ്യക്ഷതയിൽ അനിൽ R. പാലവിള സ്വാഗതം പറഞ്ഞു. പ്രമുഖ സാംസ്കാരിക പ്രവർത്തക R. പാർവതി ദേവി സമാപന യോഗം ഉദ്ഘാടനം നിർവഹിച്ചു. 2 പ്രത്യയശാസ്ത്രങ്ങൾ തമ്മിലുള്ള പോരാട്ടമാണ് നാളെ മുതൽ നടക്കാൻ പോകുന്നത്. ഇത്തരത്തിലൊരവസ്ഥ ഇന്ത്യക്ക് ഈ 21ാം നൂറ്റാണ്ടിൽ വന്നു ചേരുമെന്ന് ഒരുപക്ഷെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോഴോ ഒരുപക്ഷെ അത് കഴിഞ്ഞ 50 കൊല്ലം കഴിഞ്ഞപ്പോൾ പോലുമോ ആരെങ്കിലും കരുതിയിരുന്നോ എന്നറിയില്ല. D. സുരേഷ് കുമാർ, D. വിമല, ഷീല ജഗധരൻ, ഷാജഹാൻ, TN വിജയകൃഷ്ണൻ, R. രവീന്ദ്രൻപിള്ള, VP ജയപ്രകാശ് മേനോൻ എന്നിവർ പങ്കെടുത്തു. ബാലസംഘം കുട്ടികൾ അവതരിപ്പിച്ച നൃത്തശില്പവും സാംസ്കാരിക ജാഥാംഗങ്ങൾ അവതരിപ്പിച്ച കലാപരിപാടികളും നടന്നു. പണിയണം, ചെലവിനൊത്തെടുക്കണം, മിച്ചമുള്ളതോ പകുത്തു പങ്കുവയ്ക്കണം, ഞാനുമില്ല നീയുമില്ല നമ്മളാകണം. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. മോഷണക്കേസിൽ ആളുമാറി അറസ്റ്റിലായ യുവാവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. റിമാൻഡ് കാലാവധി കഴിഞ്ഞ് പുറത്തിറങ്ങിയ ശേഷം പോലീസിനെതിരെ നിയമ നടപടി ആവശ്യപ്പെട്ട് കേസ് നടത്തിവരികയാണ് ആത്മഹത്യ. കൊല്ലം അഞ്ചൽ അഗസ്തിക്കോട് സ്വദേശി രതീഷിനെയാണ് വീടിനോട് ചേർന്നുള്ള ഷെഡിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഭയങ്കര മനോഹരമായിരുന്നു. കടവും പിള്ളേരും നോക്കാനൊക്കെ പാടായിരുന്നു. ഭയങ്കര സങ്കടമായിരുന്നു. അതിനെ കുറിച്ച് ഒരുപാട് ദ്രോഹിച്ച്
ഇവരെല്ലാം കൂടെ കൂടി എൻ്റെ ചെറുക്കനെ കൊന്നത്. എൻ്റെ ചെറുക്കനെ കൊന്നത് ഞാൻ ചാവുമ്പോൾ എൻ്റെ തലയെ പിടിക്കേണ്ടവനാ അത്. മോഷണക്കേസിൽ ആളുമാറി അറസ്റ്റിലായി റിമാൻഡ് കഴിഞ്ഞ് പുറത്തിറങ്ങിയ ആളെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. റിമാൻഡ് കാലാവധി കഴിഞ്ഞ് പുറത്തിറങ്ങിയ ശേഷം പോലീസിനെതിരെ നിയമ നടപടി ആവശ്യപ്പെട്ട് കോടതിയിൽ കേസ് നടത്തി വന്ന യുവാവിനെയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കൊല്ലം അഞ്ചൽ അഗസ്ത്യക്കോട് സ്വദേശി രതീഷിനെയാണ് വീടിനോട് ചേർന്നുള്ള ഷെഡിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത്. 38 വയസ്സായിരുന്നു. 2014 അഞ്ചലിലെ ഒരു മെഡിക്കൽ സ്റ്റോറിൽ 8 ലക്ഷം രൂപ മോഷണം പോയ സംഭവത്തിൽ അന്ന് രതീഷിനെ അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. താനല്ല മോഷ്ടിച്ചതെന്ന് രതീഷ് പോലീസിനോട് പറഞ്ഞിട്ടും വകവയ്ക്കാതെ തന്നെ കുറ്റക്കാരനാക്കി കേസെടുത്ത് പോലീസ് കോടതിയിൽ ഹാജരാക്കി. തുടർന്ന് രതീഷിനെ റിമാൻഡ് ചെയ്തു. റിമാൻഡ് കാലാവധി കഴിഞ്ഞ് പുറത്തിറങ്ങിയ രതീഷ് അഞ്ചൽ പോലീസിനെതിരെ കോടതിയെ സമീപിച്ച് നിയമ നടപടികൾ നടത്തിവരികയായിരുന്നു. വീടിനോട് ചേർന്നുള്ള ഷെഡിലാണ് രതീഷിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആ കേസിന്റെ ഇതില് കണ്ടമാനം ഉപദ്രവിച്ചു. കാരണം പിന്നെ പോലീസുകാർ അവർക്ക് ആവുന്ന വെള്ളം പോലും കൊടുക്കാതെ അവനെ ഉപദ്രവിച്ചതാ. അതൊക്കെ ഒരുപാട് ബാധ്യതകളും ഏർപ്പാടുകളും അവനുണ്ട്. പിന്നെ പറയാനും വേറെ ഒന്നും പറയാനില്ല. ഇത്രേ ഉള്ളു. ഇവരെല്ലാം കൂടെ കൂടി എൻ്റെ ചെറുക്കനെ കൊന്നത്. എൻ്റെ ചെറുക്കനെ കൊന്നത് ഞാൻ ചാവുമ്പോൾ എൻ്റെ തലയെ പിടിക്കേണ്ടവനാ അത്. അറിയാം, അവരറിയാം. അവൻ ആ ഒരു വണ്ടി വിളിച്ചോണ്ട് പോയി അവിടെ ചെന്ന് ഇവിടെ കിടക്കണം, ഞാൻ ഗുളിക പിടിച്ചോണ്ട് വരട്ടെന്ന് പറഞ്ഞാൽ അവൻ അവിടെ ഞാനെന്തോ ചെയ്യണം? അത്രേ ഉള്ളൂ. അവനും ചെയ്തേ അതേ ഉള്ളൂ. അല്ല വേറെ ഒന്നും ചെയ്തിട്ടില്ല. അവനതൊന്നുള്ള ഇതില്ല. അവൻ പാവപ്പെട്ടവനാ. പക്ഷെ അവന് പണമില്ല, ആൾ സ്വാധീനമില്ല. ഓട്ടോ ഓടിച്ചാണ് രതീഷ് കുടുംബം പോറ്റിയിരുന്നത്. ഭർത്താവിനെ മോഷണക്കേസിൽ ആൾമാറി അറസ്റ്റ് ചെയ്ത പോലീസ് തല്ലിച്ചതച്ചെന്ന് ഭാര്യ ആരോപിക്കുന്നു. കേസ് നടത്തുന്നതിനിടെ സാമ്പത്തികമായി ബുദ്ധിമുട്ടിലായെന്നും ഭാര്യ രജനി പറഞ്ഞു. പിടിച്ചോണ്ട് പോയതാ. ശബരിമലയ്ക്കൊരു മോഷ്ടിച്ചെന്ന് പറഞ്ഞോണ്ട് ആള് മാറി പിടിച്ചോണ്ട് പോയതാ. ആ ജയിലിലൊക്കെ കിടന്ന് പിന്നെ ജാമ്യത്തിലൊക്കെ ഇറങ്ങി പിന്നെ പ്രതിയെ പിടിച്ച് പിന്നെ നമ്മള് നഷ്ടപരിഹാരം കേസ് കൊടുത്തോണ്ടിരിക്കുവായിരുന്നു. അങ്ങനെ ഒരുപാട് കേസൊക്കെ കൊടുത്ത് ഒരുപാട് കടമൊക്കെ ആയിരുന്നു. ഞാനിപ്പോ വണ്ടി പോയി തുടങ്ങിയതേ ഉള്ളായിരുന്നു. വണ്ടി പണിതൊന്നും പറ്റത്തില്ലായിരുന്നു. ആരോഗ്യ ലാഭമാരി ഇടിച്ച് പരുവായി കളഞ്ഞിരുന്നു. എണീച്ചോട് നടക്കാൻ വയ്യാത്ത സ്കോഡുകാരാ പിടിച്ചോണ്ട് പോയത്. ഇനിയിപ്പോ വണ്ടി പോയി തുടങ്ങിയതേ ഉള്ളായിരുന്നു. കുറച്ചുകൂടായതുകൊണ്ട് വണ്ടി പോയി തുടങ്ങിയിട്ട്. രതീഷ് നടത്തിവന്ന കേസിൽ വിധി വരാനിരിക്കെയാണ് രതീഷിനെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയതെന്ന് പഞ്ചായത്ത് അംഗം ചന്ദ്രബാബുവും പറഞ്ഞു. ഇപ്പോൾ ആത്മഹത്യ ചെയ്ത രതീഷ് 2014 ഒരു മോഷണ കേസ് പ്രതിയാകുന്ന സാഹചര്യം. അത് തികച്ചും ഒരു തെറ്റിദ്ധാരണയുടെ ഭാഗമായിരുന്നു. രതീഷ് നിരപരാധിയായിരുന്നു. പിന്നീട് രതീഷിന് ഒരുപക്ഷെ വലിയ പീഡനങ്ങൾ അന്ന് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. അതിന്റെ മാനസിക ബുദ്ധിമുട്ടുകൾ അദ്ദേഹത്തിനെ വേട്ടയാടിക്കൊണ്ടിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇന്നലെ കേസിന്റെ വിധി ആകാറായിരിക്കുന്ന ഒരു ഘട്ടമാണിപ്പോൾ. പോലീസ് ശാരീരികമായി ഉപദ്രവിച്ചതോടെ അസ്വസ്ഥതകൾ നേരിട്ട് വരികയായിരുന്നുവെന്നും കുറ്റക്കാരായ പോലീസുകാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും മുൻ പഞ്ചായത്ത് അംഗം നന്ദൻ ആവശ്യപ്പെട്ടു. ഓട്ടോ ഓടിച്ച് ജീവിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സുഹൃത്താണ് രതീഷ്. ഈ കൊച്ചുനാളിലെ രതീഷ് എനിക്ക് അറിയാവുന്നതാണ്. 2014 അഞ്ചലിൽ നടന്നൊരു മോഷണ കേസുമായിട്ട് ബന്ധപ്പെട്ട് അഞ്ചൽ പോലീസ് അന്നിരുന്ന CA ഉൾപ്പെടെയുള്ളവർ വളരെ മൃഗീയമായി ദ്രോഹിക്കുകയും ഈ കേരളത്തിൽ ഉടനീളം കൊണ്ടുവന്ന് മർദ്ദിക്കുകയൊക്കെ ചെയ്തൊരു സംഭവം എനിക്കറിയാവുന്നതാണ്. പക്ഷേ കാലം പിന്നീട് തെളിഞ്ഞു രതീഷ് നിരപരാധിയാണെന്ന് തെളിയുകയും അതിനുശേഷം ഈ മർദ്ദനത്തിന് ശേഷം രതീഷിന് ഒരു രീതിയിലും പണിക്ക് പോകാനോ മറ്റു കാര്യങ്ങൾക്ക് ശാരീരികമായി മൊത്തം അവശനായിപ്പോയ രീതിയിലാണ്. എനിക്ക് അതിന്റെ തുടർന്നുള്ള അവശത കൊണ്ടായിരിക്കാം ഈ ഒരു ആത്മഹത്യ നടത്തിയത്. കുറ്റവാളികളായ പോലീസ് ഉദ്യോഗസ്ഥരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് അവർക്ക് വേണ്ടുന്ന അർഹമായ ശിക്ഷ കൊടുക്കണം. നിയമം നടപ്പാക്കേണ്ട പോലീസ് നിയമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പാവപ്പെട്ട ആളുകളെ പ്രതിയാക്കുന്ന രീതിയാണ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത്. അത് സത്യസന്ധമായ രീതിയിൽ തന്നെ ആ കേസ് തുടർന്നും കൊണ്ടുപോയി അതിന് വേണ്ടുന്ന ശിക്ഷ അവർക്ക് കൊടുക്കണം. അഞ്ചൽ പോലീസ് സംഭവ സ്ഥലത്തെത്തി മേൽനടപടികൾ പൂർത്തിയാക്കി. മൃതദേഹം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റി. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ വാർഷിക പൊതുയോഗവും തെരഞ്ഞെടുപ്പും നടത്തി. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചക്കവള്ളി യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ജില്ലാ ജനറൽ സെക്രട്ടറി ജോജോ കെ എബ്രഹാം ഉദ്ഘാടനം ചെയ്തു. വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിലാണ് വാർഷിക പൊതുയോഗവും തെരഞ്ഞെടുപ്പും നടത്തിയത്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചക്കവള്ളി യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് പരിപാടി നടത്തിയത്. ജില്ലാ ജനറൽ സെക്രട്ടറി ജോജോ കെ എബ്രഹാം ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ മൂലധനത്തിൽ നിന്നും പണം എടുത്താണ് നമ്മൾ വ്യാപാരം ചെയ്യുന്നത്, ചിലവുകൾ നടത്തുന്നത്. ഇംഗ്ലീഷിൽ പറയാവുന്ന ഒരു വാക്ക് ക്യാപിറ്റൽ ഇറോഷൻ എന്ന് പറയാം. ക്യാപിറ്റൽ മൂലധനം അത് ഇറോഡ് ചെയ്തു പോകും. അതിങ്ങനെ ക്ഷയിച്ച് അനുദിനം ക്ഷയിച്ചപ്പോഴാണ് പലപ്പോഴും കടകളിൽ വന്നിട്ട് നമ്മുടെ ഉപഭോക്താക്കൾ പറയും, ഞാൻ ആ കടയിൽ പോയി അവിടുത്തെ പല സാധനവും ഇല്ല. എനിക്ക് സന്തോഷത്തോടെ പറയാൻ പറ്റും, ഏതാനും വർഷം മുമ്പ് എനിക്ക് നിസ്സാമമായിട്ട് ഇത്രയൊന്നും പരിചയമില്ലാത്ത സമയത്ത് എന്റെ കടയിൽ താഴെ ഇട്ടേക്കുന്നത് തന്നെയാണ്. ഇതേ സാധനം വാങ്ങാനായിട്ട് ഞാൻ അന്വേഷിച്ചപ്പോൾ ഇദ്ദേഹത്തിന്റെ കയ്യിൽ ഒരുപാട് സാധനം ഉണ്ടെന്ന് പറഞ്ഞു. SBIയുടെ സ്ട്രോങ് റൂമിനകത്ത് ഒട്ടിക്കാനാണ് നമ്മുടെ കെട്ടിടത്തില്.
അപ്പൊ അതിനുവേണ്ടി ഞാൻ അദ്ദേഹത്തെ വിളിച്ചു ചോദിച്ചു, സന്തോഷത്തോടു കൂടി തരാമെന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ വന്നപ്പോ ആ ഗോഡൌൺ നിറച്ച് സാധനങ്ങൾ ഇരിക്കുകയായിരുന്നു. ഇപ്പൊ അങ്ങനെയാണോ ഞാൻ നോക്കാൻ പറ്റിയില്ലോ, അപ്പൊ അകത്തോട്ട് കയറിയില്ല. യൂണിറ്റ് പ്രസിഡന്റ് നിസാം മൂലത്തറ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ട്രഷറർ എസ് കബീർ, മേഖലാ പ്രസിഡന്റ് AK ഷാജഹാൻ, മേഖലാ ജനറൽ സെക്രട്ടറി നിസാം, ജമാൽ തോപ്പിൽ, സലീം ഹുദ, മണിയൻപിള്ള, ഹസൻ കുഞ്ഞ്, GK രേണുകുമാർ, അഷ്റഫ് പാലവിള തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചക്കുവള്ളി. സിദ്ധന സർവീസ് സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾ സംഘടനാ വിരുദ്ധമെന്ന ആക്ഷേപം. ഭാരവാഹികളാണ് ഭരണസമിതി അംഗങ്ങൾക്കെതിരെ രംഗത്തെത്തിയത്. കാലാവധി കഴിഞ്ഞിട്ടും O സുധാമണി, K രവികുമാർ എന്നിവർ നിയമവിരുദ്ധമായി സിദ്ധന സർവീസ് സൊസൈറ്റിയുടെ സംസ്ഥാന പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ നടത്തുന്ന നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കണമെന്ന് സംസ്ഥാന കോർഡിനേഷൻ കമ്മിറ്റി വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. സിദ്ധനർ സർവീസ് സൊസൈറ്റി കഴിഞ്ഞ 76 വർഷമായി പ്രവർത്തിച്ചു വരുന്ന പട്ടികജാതി സംഘടനയാണ്. ഹൈക്കോടതി 2022 ജൂലൈ 5 നൽകിയിരിക്കുന്ന ഉത്തരവിൻ പ്രകാരം 2022 ജൂൺ 19 അന്നത്തെ 3 വർഷ ഭരണസമിതിയുടെ കാലാവധി അവസാനിച്ചതായി വ്യക്തമാക്കിയിട്ടുണ്ട്. തുടർന്നുള്ള ഭരണസമിതി തെരഞ്ഞെടുപ്പ് സംബന്ധിച്ചുള്ള അന്യായം കോടതിയുടെ പരിഗണനയിൽ ഉള്ളതിനാൽ നിലവിൽ സംസ്ഥാന ഭരണസമിതിയില്ല. എന്നാൽ സമുദായ അംഗങ്ങളെയും സമൂഹത്തെയും സർക്കാരിനെയും തെറ്റിദ്ധരിപ്പിച്ച് നിയമവിരുദ്ധമായി സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയിൽ O സുധാമണി, ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ K രവികുമാർ എന്നിവർ സോഷ്യൽ മീഡിയ, പത്രമാധ്യമങ്ങൾ എന്നിവയിലൂടെ വാർത്തകൾ കൊടുത്ത് പ്രചരണം നടത്തുകയും പുതിയ ശാഖകൾ രജിസ്റ്റർ ചെയ്തും രജിസ്ട്രേഷനുകൾ പുതുക്കി നൽകിയും സംഘടനയുടെ പേരിൽ ലക്ഷക്കണക്കിന് രൂപ പിരിച്ചുവരികയാണെന്ന് സംസ്ഥാന കോർഡിനേഷൻ കമ്മിറ്റി ചൂണ്ടിക്കാട്ടി. ഇതിന്റെ ഭരണ കാലാവധി 2022 ജൂൺ മാസം 19 അവസാനിച്ചതായി ഹൈക്കോടതിയിലുള്ള ഒരു കേസിൽ 1008/2022 OPC 1008/2022 ഹൈക്കോടതി എന്നത് വ്യക്തമാക്കിയിട്ടുണ്ട്. തർക്കം നിലനിൽക്കുന്നുണ്ട്. അതിന് സെക്ഷൻ സിദ്ധന സർവീസ് സൊസൈറ്റിയുടെ ഭരണസമിതിയില്ല, സംസ്ഥാന തലത്തിൽ ഭരണമില്ല. പക്ഷേ എന്നിരുന്നാലും മുൻ ഭാരവാഹി എന്ന രീതിയിൽ അവർ ശ്രീ K രവികുമാർ ജനറൽ സെക്രട്ടറി ആയും O സുധാമണി പ്രസിഡന്റായും ഇപ്പോൾ ജനങ്ങളുടെ ഇടയിൽ ഞങ്ങളാണ് ഭാരവാഹികളെന്ന് പ്രചരണം നടത്തുകയും രാഷ്ട്രീയക്കാരെയും മറ്റുള്ളവരുടെ അടുത്തുമൊക്കെ ആ രീതിയിൽ പ്രചരണം നടത്തി സ്വന്തമായ ചില ലാഭങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു വരുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. ശാഖകളുടെ രജിസ്ട്രേഷൻ നടത്തി കൊടുക്കുന്നു, അതിനായിട്ട് വൻപിച്ച രീതിയിൽ പണത്തിന് മുടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ശാഖകളുടെ റിയലൈസേഷൻ നടത്തി കൊടുക്കുന്നു, പണത്തിന് മുടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ രാഷ്ട്രീയക്കാരുടെ ഇടയിൽ ഞങ്ങളാണ് ഇപ്പോൾ ഭാരവാഹി എന്ന രീതിയിൽ പ്രചരണം നടത്തിക്കൊണ്ട് വ്യക്തിപരമായ ചില നേട്ടങ്ങൾക്കായി പരിപാടികൾ നടത്തുന്നു. ഇതൊക്കെ നിയമവിരുദ്ധമാണ്. ഭരണസമിതിയുടെ കാലയളവിൽ വിവിധ തരത്തിൽ സ്വരൂപിച്ച ഏകദേശം 1 കോടിയിലധികം രൂപയുടെ വരവ് ചെലവ് കണക്കുകൾ നാളിതുവരെ പൊതുയോഗത്തിൽ അവതരിപ്പിച്ച് അംഗീകാരം നേടിയിട്ടില്ല. അതോടൊപ്പം തന്നെ ഇവരെ ഭരിച്ച 3 വർഷ കാലയളവ്, ആ കാലയളവില് ഏകദേശം 1 കോടി രൂപയോളം സംഘടനയുടെ പല രീതിയിലുള്ള ഫീൽഡുണ്ടായിരുന്നു. ഇത് സംബന്ധിച്ചൊരു കണക്ക് അവതരിപ്പിക്കുകയും ചെയ്തിട്ടില്ല. സംഘടനയുടെ ഉടമസ്ഥതയിലുള്ള ശൂർനാട് TKDM UP സ്കൂളിൽ അധ്യാപക നിയമനത്തിന് കോഴ വാങ്ങി വ്യാജമായി സ്കൂൾ മാനേജ്മെന്റ് ഭാരവാഹി എന്ന നിലയിൽ നിയമനം നടത്തി. ഇത് സംബന്ധിച്ച് ശൂർനാട് പോലീസ് സ്റ്റേഷനിൽ അന്വേഷണം നടന്നുവരികയാണ്. സമൂഹത്തെയും സർക്കാരിനെയും വഞ്ചിക്കുന്ന ഇവർക്കെതിരെ സർക്കാർ നടപടിയുണ്ടാകണമെന്ന് സിദ്ധനർ സർവീസ് സൊസൈറ്റി സംസ്ഥാന കോർഡിനേഷൻ കമ്മിറ്റി ആവശ്യപ്പെട്ടു. മുൻ ജനറൽ സെക്രട്ടറിയും മുൻ ജില്ലാ പഞ്ചായത്ത് അംഗവുമായ പാത്തല രാഘവൻ, സംസ്ഥാന കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ R ബാലൻ, വൈസ് ചെയർമാൻ K ശശി അടൂർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കൊല്ലം തോടിന്റെ പാർശ്വഭിത്തി നിർമ്മാണത്തിനിടെ 2 കടമുറികൾ തകർന്നു വീണു. കല്ലുപാലത്തിന് സമീപം രാജൻ എന്നയാൾ നടത്തിയിരുന്ന രാജൻ ഫ്ലവർ മാർട്ടും കൊയിലോൺ ടൂറിസ്റ്റ് ഹോമിന്റെ ഒരു ഭാഗവുമാണ് തകർന്നത്. അശാസ്ത്രീയമായ നിർമ്മാണമാണ് കടകൾ തകർന്നു വീഴാൻ കാരണമെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു.
പാർശ്വഭിത്തി നിർമ്മാണത്തിനായി മണ്ണെടുപ്പ് ആരംഭിച്ചപ്പോൾ തന്നെ സമീപത്തെ കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചിരുന്നു. കല്ലുപാലം ഉദ്ഘാടനത്തിന് ശേഷം സംരക്ഷണ ഭിത്തി നിർമ്മിക്കുന്നതിനായി മണ്ണെടുപ്പ് JCB ഉപയോഗിച്ച് തുടങ്ങിയിരുന്നു. ഇതിനെ തുടർന്ന് കടകളുടെ ഭിത്തിയിൽ വിള്ളൽ വീണു. മണ്ണെടുപ്പ് തുടർന്നതോടെ കെട്ടിടങ്ങൾ ഒരു ഭാഗത്തേക്ക് ചരിയാൻ തുടങ്ങി. കഴിഞ്ഞ ദിവസം രാത്രിയിൽ കെട്ടിടങ്ങൾ തകർന്നു വീഴാൻ തുടങ്ങി. കൊയിലർ ടൂറിസ്റ്റ് ഹോമിന്റെ ഒരു ഭാഗവും സമീപത്തെ പൂക്കടയും ഏത് നിമിഷവും തകർന്നു വീഴാവുന്ന അവസ്ഥയിലാണ്. യാതൊരുവിധ മുൻകരുതൽ എടുക്കാതെ അശാസ്ത്രീയമായ നിർമ്മാണമാണ് കെട്ടിടങ്ങളുടെ തകർച്ചയ്ക്ക് കാരണമെന്ന് കച്ചവടക്കാർ പറയുന്നു. ശാസ്ത്രീയമായിട്ട് രീതിയിൽ മണ്ണെടുപ്പ് നടത്തി അവർ എൻ്റെ കടയുടെ സൈഡ് മൊത്തവും ഇടിഞ്ഞ് തകർന്ന് എനിക്ക് കാര്യമില്ലാത്തവനാണ്. എൻ്റെ കുഞ്ഞുങ്ങൾ പട്ടിണിയാണ്. 2 പെൺകുഞ്ഞുങ്ങളും ഞാനും മാത്രമേ ആര് ആ കുഴപ്പമില്ല. ആ ഓണത്തിന് 4 വർഷത്തിന് മുമ്പ് പണിഞ്ഞപ്പോഴും എൻ്റെ കട അസൈറ്റ് പോയി. പിന്നെ മുകേഷിൻ്റെ മധ്യസ്ഥതയിൽ കെട്ടിത്തന്ന് ഒരു മുറി, പിന്നെ അതും ആ കടയിൽ പോയി അസൈറ്റ്. അതിനിടയ്ക്ക് മനഃപൂർവ്വം ഉണ്ടാക്കി പണിയാണ്. അല്ലെങ്കിൽ കല്ലുപാലം സുന്ദരമായ പാലമായിരുന്നു. അത് എന്നിട്ട് ഇപ്പം ആയിരുന്നു. കല്ലുപാലം അമ്മമാരുടെ കാലത്ത് കെട്ടിയ കാലമായിരുന്നു. അന്ന് 200 ലോഡ് മണ്ണെടുത്ത് കൊച്ചിലാമ്പട്ടിക്ക് വിടാമെന്ന് പറഞ്ഞ് ഓരോ വീടുകൾക്ക് വിൽക്കുകയായിരുന്നു. ഇത് ഇന്നും ഇത്രയും മണ്ണ് ഇത്ര എടുക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ കട തകർക്കണമെന്നുള്ള ദുർദ്ദേശം. പരമാവധി സുരക്ഷാ മുന്നൊരുക്കങ്ങളോടെയാണ് സ്ഥലത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയതെന്നും നേരത്തെ തന്നെ തോടിന്റെ കരയിലുള്ളവർക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്നും ഉൾനാടൻ ജലഗതാഗത വകുപ്പ് അധികൃതർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. സൗജന്യ അവധിക്കാല റൈഫിൾ പരിശീലന ക്യാമ്പിന് തുടക്കമായി. ചവറ ശങ്കരമംഗലം ഗേൾസ് ഹൈസ്കൂളിലാണ് ക്യാമ്പ് നടക്കുന്നത്. ഡോക്ടർ സുജിത് വിജയൻപിള്ള MLA ഉദ്ഘാടനം ചെയ്തു. ചവറ ശങ്കരമംഗലം ഗേൾസ് ഹൈസ്കൂളിൽ സൗജന്യ അവധിക്കാല റൈഫിൾ പരിശീലന ക്യാമ്പിന് തുടക്കമായി. ഡോക്ടർ സുജിത് വിജയൻപിള്ള MLA ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ഇങ്ങനെയുള്ള കായിക ഇനങ്ങൾക്ക് നമ്മുടെ നാട്ടിൽ വലിയ കോമ്പറ്റീഷൻ ഇല്ല. പക്ഷേ നമ്മൾ നല്ല രീതിയിൽ പരിശീലനം നൽകുകയാണെങ്കിൽ ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും പ്രത്യേകിച്ച് ഒളിമ്പിക്സിലും ഒക്കെ ഇപ്പോൾ നമുക്ക് ഇന്ത്യക്ക് കിട്ടുന്ന മെഡലുകളിൽ നല്ലൊരു ഭാഗവും ഈ പറഞ്ഞ റൈഫിൾ ഷൂട്ടിങ്ങിലൂടെയൊക്കെയാണ് ലഭിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കും അതിന് സാധിക്കും. അപ്പോൾ ആ ഒരു ഉദ്ദേശ ലക്ഷ്യത്തോടുകൂടി വളരെ ഏകാഗ്രതയോടുകൂടി തന്നെ ചെയ്യേണ്ട ഒരു കായിക ഇനം. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി അധ്യക്ഷത വഹിച്ചു. പലരോട് സംസാരിക്കുമ്പോൾ പലരുമുള്ള കൗതുകത്തോടു കൂടിയാണ് നമ്മുടെ ഈ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങളെ നോക്കിക്കാണാറുള്ളത്. കുട്ടികൾക്ക് പഠനത്തിന് ഉപരിയായി ഇത്തരം കാര്യങ്ങൾ കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് മുൻപോട്ട് പോകുന്ന ഈ സ്കൂളിന്റെ പ്രവർത്തനത്തിന് എല്ലാവിധമായ ആശംസകളും അറിയിക്കുന്നു. പ്രഥമാധ്യാപിക TD ശോഭ സ്വാഗതം പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് CP സുധീഷ് കുമാർ മുഖ്യാതിഥിയായി. KMML PRO PK മുഹമ്മദ് ഷബീർ ക്യാമ്പിൽ മുഖ്യാതിഥിയായി. PTA എക്സിക്യൂട്ടീവ് അംഗങ്ങളായ VM ജോയ്, സജീവ്, സ്റ്റാഫ് സെക്രട്ടറി S രാജേന്ദ്രൻ, TJ ബിന്ദുകുമാരി, അഞ്ജന M പിള്ള, സതീഷ് T തുടങ്ങിയവർ പങ്കെടുത്തു. ഷൂട്ടിംഗ് കോച്ച് നിഖിൽ ബാബു, നാഷണൽ ഷൂട്ടർമാരായ ഗൗതം സുരേഷ്, സായികുമാർ, വിഷ്ണു, വിഗ്നു എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ചവറ. പെരിനാട് നീരാവിൽ പനമൂട് ഭദ്രകാളി ക്ഷേത്രത്തിലെ മകമഹോത്സവത്തിന്റെ ഭാഗമായി പൊങ്കാല നടത്തി. നിരവധി ഭക്തർ ക്ഷേത്രത്തിൽ പൊങ്കാല അർപ്പിച്ചു. പെരിനാട് നീരാവിൽ പനമൂട് ഭദ്രകാളി ക്ഷേത്രത്തിലെ മകമഹോത്സവത്തിന്റെ ഭാഗമായാണ് പൊങ്കാല നടത്തിയത്. പള്ളിയുണർത്തൽ, നിർമാല്യം, അഭിഷേകം, അകത്തെഴുന്നള്ളത്ത്, ഉഷപൂജ, തോറ്റമ്പാട്ട്, സോപാന സംഗീതം എന്നിവയ്ക്ക് ശേഷമാണ് പൊങ്കാല നടന്നത്. ന്യൂസ് ബ്യൂറോ, ചവറ. പ്രധാന വാർത്തകൾ വീണ്ടും. പിണറായിക്ക് മോദിയെ ഭയമാണെന്ന് തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി. കേരളത്തിൽ BJPയുടെ പ്രസിഡന്റ് K സുരേന്ദ്രനാണെങ്കിലും വർക്കിംഗ് പ്രസിഡന്റ് പിണറായി വിജയനാണെന്നും രേവന്ത് റെഡ്ഡി. ആലപ്പുഴ, കൊല്ലം മണ്ഡലങ്ങളിലെ UDF സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ഓച്ചിറയിൽ റോഡ് ഷോ. മോഷണക്കേസിൽ ആളുമാറി അറസ്റ്റ്. റിമാൻഡ് കഴിഞ്ഞ് പുറത്തിറങ്ങിയ യുവാവ് തൂങ്ങി മരിച്ചു. അഞ്ചൽ അഗസ്തിക്കോട് സ്വദേശി രതീഷാണ് മരിച്ചത്. ഭയങ്കര സങ്കടമായിരുന്നു. അതിനെക്കുറിച്ച് ഒരുപാട് ഉപദ്രവിച്ചു. കൊല്ലം തോടിന്റെ പാർശ്വഭിത്തി നിർമ്മാണത്തിനിടെ 2 കടമുറികൾ തകർന്നു വീണു. കല്ലുപാലത്തിന് സമീപമാണ് സംഭവം. അശാസ്ത്രീയ നിർമ്മാണമാണ് അപകടത്തിന് കാരണമെന്ന് നാട്ടുകാർ. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.